ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ വിഷ്ണു രോഹിത് പറഞ്ഞ കാര്യങ്ങളില് വല്ലാതെ വിഷമിച്ചാ നിൽക്കുന്നത്. സത്യമ്മയ്ക്ക് ഭയക്കാളും വിശ്വാസം എന്നെയാ. ഇത് വിഷ്ണുവിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പേരില് വിഷ്ണു പറഞ്ഞത് ആലോചിച്ചിട്ട് ഭാമയാക്കെ ടെൻഷനില്ല. രാഘവേട്ടാ, ഇവരിങ്ങനെ തുടങ്ങിയ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? രാഘവേട്ടൻ പറയും, എനിക്ക് അറിഞ്ഞൂടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ. സമാധാനം പണ്ടേ പോയതാ ഈ കുടുംബത്തിന്. ഇപ്പോ അതങ്ങ് പൂർണ്ണമായി, അത്രേ ഉള്ളൂ. വിഷ്ണു ആണെങ്കിൽ രോഹിത് പറഞ്ഞ കാര്യങ്ങളില് വല്ലാത്ത വിഷമിച്ച് നിക്കണേ. എന്ത് സ്ഥാനം? ഒരു സ്ഥാനമില്ല. അതുകൊണ്ടാണല്ലോ ഈ ബിസിനസ് എന്റെ പേരിൽ സത്യമ്മ തുടങ്ങിയത്. ഇതും വിഷ്ണുവിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. വിഷ്ണു വീണ്ടും വീണ്ടും അതിങ്ങനെ മനസ്സിലിട്ട് ആലോചിക്കാം. ഇതേ സമയം കുടുംബശ്രീ വീട്ടിലെ ശാലിനിയും ഇവിടെ നല്ല ടെൻഷനിലാണ്. ക്ഷാമ കത്ത് എഴുതി വെച്ചത് ഇങ്ങനെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഓർമ്മ വരികയാണേ. ആ ടെൻഷനിൽ നിൽക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിലെ രോഹിത്തിന്റെ അടുത്തേക്കും, എന്തിനാ രോഹിത്തെ ഇങ്ങനെ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നത്? സത്യാമ്മയും വിഷ്ണുവേട്ടനെയും വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാ ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക? രോഹിത് പറയും, ഞാൻ ജീവിച്ചു പോകും, നീ ഇവിടെ ജീവിക്കണം വേണ്ടെന്നേ ഞാൻ തീരുമാനിക്കണം. രോഹിത്തെ, നമ്മുടെ മോള് പപ്പി ഓർത്തെങ്കിലും രോഹിത്തിന് കുടിക്കരുതേ. അപ്പൊ രോഹിത് വയ്ക്കും, നമ്മുടെ മോളോ? ഏത് മോള്? ക്ഷാമ അങ്ങ് ഞെട്ടും. രോഹിത് പറയും, ഞാനേ എനിക്ക് തോന്നിയത് പോലെ അങ്ങ് ജീവിക്കും, കഴുത്തറ്റം വരെ കുടിക്കുകയും ചെയ്യും. ഒരാൾ എന്നെ നേർവഴിക്ക് നടത്താനൊന്നും വരണ്ട, നീ പോലും. അപ്പൊ ശ്യാമ പറയും, രോഹിത് ഞാൻ രോഹിത്തിന്റെ ഭാര്യയാ, എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. രോഹിത് വയ്ക്കും, അവകാശം ഉണ്ടെന്നോ? എന്താ അവകാശമടി നിനക്കുള്ളത്? നിനക്ക് ഒരു അവകാശവും ഇല്ലടി, കാരണം നീ എന്നെ ചതിക്കായിരുന്നോ? ശ്യാമ ഒന്നുകൂടെ ഞെട്ടും. കുറെ വർഷങ്ങളായി നീ എന്നെ ചതിച്ചോണ്ടേ ഇരിക്കായിരുന്നു. ശ്യാമ വിചാരിക്കും, ഈശ്വര, ആ കത്ത് രോഹിത്തിന്റെ കയ്യിലാണോ കിട്ടിയത്? ശ്യാമ പേടിച്ചാർന്ന് പോകാൻ തുടങ്ങുമ്പോ, ഡി നീ എങ്ങോട്ടടി പോകുന്നത് എന്ന് വെച്ച് ശ്യാമേനെ പിടിച്ചു വലിക്കും. ചതിക്കുന്നവളൊന്നും എന്റെ മുറിയിൽ കിടക്കണ്ട, നീ ചിലപ്പോ എന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നാലോ? രോഹിതേ. അപ്പൊ രോഹിത് പറയും, നിന്റെ സ്ഥാനേ ഇനി ഈ വീടിന് പുറത്താ, ഈ വീടിന് പുറത്ത്. രോഹിത്തെ എന്ന് വിളിക്കുമ്പോഴും രോഹിത് പറയും, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്, എനിക്കിനി ഇങ്ങനെ ഒരു ഭാര്യയില്ല, എന്റെ കൺമുന്നിൽ പോലും നീ വന്നു പോവരുത് എന്ന് പറഞ്ഞ് ശ്യാമയുടെ കരണം നോക്കി അടിക്കണേ. ആ അടിയിൽ തന്നെ ശ്യാമ താഴേക്ക് വീഴും. നേരെ സത്യമ്മയുടെ മുന്നിലേക്കാ ചെന്ന് വീഴുന്നത്. സത്യമ്മ, ഞാൻ അതില് ഭാമ പറയും, എന്തൊരു മനസ്സാടി നിന്റേത്, ഇത്രയും കാലം ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിക്കാന്ന് പറയുമ്പോ അപ്പോഴേക്കും പൊന്നി അങ്ങോട്ട് കയറി വരും. ഭാമറൻ, നിന്നെ ഇതല്ല ചെയ്യേണ്ടത്, ജീവനോടെ കെട്ടി തൂക്ക വേണ്ടത്. താലി കെട്ടിയ പുരുഷനെ വഞ്ചിക്കുന്നവർക്ക് ഇഹലോകത്തും പരലോകത്തും സ്ഥാനമില്ലെന്നാ പറയാറ്. അപ്പോഴേക്ക് രാഘവേട്ടനും അങ്ങോട്ട് വരുന്നുണ്ട്. ഭാമറയും, ഇതിപ്പോ അവനെ മാത്രമല്ലല്ലോ, നിന്നെ വിശ്വസിച്ച എല്ലാവരെയും നീ ചതിച്ചില്ലേ? ശ്യാമറയും, അച്ഛാ എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, അച്ഛനെങ്കിലും ഒന്ന് മനസ്സിലാക്കി. രാഘവേട്ടനും കൈമാറ്റും, മനസ്സിലാക്കിയെടുത്തോളൊക്കെ മതി. നിന്നെ ഞാനേ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം അതല്ലാത്തതേ, ഇല്ലെങ്കിൽ ഈ കുട്ടി നടക്കുന്ന വഴിക്ക് മറ്റൊരു കഴിവും കൂടെ ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചേനെ. ശ്യാമ ആകെ പേടിക്കും, കരഞ്ഞോണ്ടിരിക്കും. എല്ലാവരും കൂടെ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? തെറ്റ് അവളുടെ എന്ന് പറഞ്ഞ രാഘവേട്ടൻ തുടങ്ങുമ്പോഴേക്കും, എന്ത് തെറ്റാ നീ ചെയ്തതെന്ന് അറിയണം അല്ലേടി എന്ന് പറഞ്ഞ് രോഹിത് പിടിച്ചു വലിക്കും. എനിക്ക് പറയടി, പപ്പിയുടെ അച്ഛനാരാ? പപ്പിയുടെ അച്ഛൻ ആരാണെന്ന്? ശ്യാമ അങ്ങ് ഞെട്ടിപ്പോകും. പറയടി, പപ്പിയുടെ അച്ഛൻ ആരാണ്? ഞാനാണോ? ഞാനാണോന്ന് ശ്യാമ നിന്ന് ഉരുകണേ. രാഘവേട്ടനെയും ഭാമേനെയും മാറി മാറി നോക്കും. പേടിച്ച് അങ്ങ് എത്തിയിട്ടുണ്ട്. രോഹിത് കുടിച്ചിട്ടാണേ വീണ്ടും ചോദിക്കും, പറയടി. ശേഷം പൊട്ടിച്ചിരിച്ചതിന് ശേഷം ആ കത്തങ്ങ് എടുക്കും. പോക്കറ്റിൽ നിന്ന് കത്തെടുക്കുന്ന കാണുമ്പോ തന്നെ ശ്യാമ ഒന്നുകൂടി പേടിക്കുന്നുണ്ട്. രോഹിത് വയ്ക്കും, ഇത് നീ എഴുതി വെച്ച കത്തല്ലേ? അങ്ങനെ ആ കത്തങ്ങ് വായിക്കും. ശ്യാമ ആകെ പേടിക്കുന്നുണ്ട്. രോഹിത് പറയും, പപ്പി എന്റെ മകളല്ല, ഇത്രയും നാളും നീയും എന്റെ വീട്ടുകാരും കൂടെ ചേർന്ന് ഞങ്ങളെ വിഡ്ഢികളാക്കായിരുന്നല്ലേ? രോഹിത്. അപ്പോഴേക്ക് രോഹിത് മുടിയിൽ കുത്തിപ്പിടിക്കും. എന്തർത്ഥത്തിലടി നീ ഇത്രയും വലിയൊരു ചതി ഇവിടെ കളിച്ചത്? ഇനി നീ ഈ വീട്ടിൽ കഴിയണം, നീ ജീവിച്ചിരിക്കാൻ പാടില്ല, വാ വാടി എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുപോകണേ. ഭാമയ്ക്കൊരു കുലുക്കില്ല. രാഘവേട്ടൻ പറയും, ഭാമേ ദേ അവൻ. ഭാമ അറിയും, എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, ചതിക്കല്ലായിരുന്നോ അവള് നമ്മളെ? അങ്ങനെ രോഹിത് ശ്യാമയെ പിടിച്ചു വലിച്ച് ആ കിണറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിടണേ. എന്നിട്ട് രോഹിത് അകത്തേക്ക് കയറിപ്പോവും. നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്. ശ്യാമ അവിടെ നിന്ന് കറിയണേ. രോഹിത് നേരെ പപ്പിയുടെ റൂമിലേക്കാ ചെന്നിരിക്കുന്നത്. പപ്പിയാണെങ്കില് നല്ല ഉറക്കത്തിലായിരിക്കും. രോഹിത് വന്ന് പുതപ്പ് വലിച്ച് കുട്ടി അങ്ങ് എടുക്കും. എന്താ അച്ഛാ? അച്ഛാ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? രോഹിത് ഒന്നും പറയുന്നില്ല. പപ്പിയാണെങ്കിൽ, അച്ഛാ ഈ രാത്രി എന്നെ എവിടെ കൊണ്ടുപോവാ എന്നിങ്ങനെ പപ്പി ചോദിക്കുന്നുണ്ടെങ്കിലും രോഹിത് മറുപടി പറയാതെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാ. രോഹിത്തെ ചതിക്കല്ലേ, എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. രോഹിത് പറയും, സമ്മതിച്ചതാ, എന്റെ മകളല്ലെന്ന് നീ സമ്മതിച്ചതാ, അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് കൊല്ലാം. അച്ഛാ വിടച്ചാ, അമ്മയെ വിടാൻ പറയേ. രോഹിത് ആണെങ്കിലേ പിടിച്ചു വലിക്കുന്നുണ്ട്. ശ്യാമ പറയും, സമ്മതിക്കില്ല, എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിൽ രോഹിത് മാറി നിക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് ശ്യാമയെ പിടിച്ച് ആ ഭിത്തിയിലേക്ക് അങ്ങ് ഉന്തി വിടും. എന്നെ വിടച്ചാ എന്ന് പപ്പി പറയലും രോഹിത് പപ്പിയെ കിണറിലേക്ക് എറിയണേ. പപ്പിമോളെ എന്ന് ശ്യാമ ഇങ്ങനെ ഉച്ചത്തിൽ കിണറിലേക്ക് നോക്കി വിളിക്കണേ. പെട്ടെന്ന് ശ്യാമ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരും. ഇതെല്ലാം ശ്യാമ കണ്ട സ്വപ്നമായിരുന്നു. ശ്യാമ ഞെട്ടി എഴുന്നേൽക്കുന്ന ശബ്ദം കേട്ട്, എന്താ അമ്മേ എന്ന് വെച്ച് പപ്പി എഴുന്നേൽക്ക. മോളെ
മോളെ എന്ന് വിളിച്ച് പപ്പിയെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മ കൊടുക്കും. പപ്പിക്കും എന്താ അമ്മേ വല്ല സ്വപ്നവും കണ്ടോ? മോളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അമ്മയ്ക്ക് ഇപ്പോഴാ സമാധാനായത് എന്ന് പറഞ്ഞ് ഒരുപാട് ഉമ്മ കൊടുക്കും. അപ്പോഴേക്കും എന്താ പറ്റിയത് എന്ന് വെച്ച് ബാമയും പൊന്നിയും വരും. എന്തിനാ നീ നിലവിളിച്ചത്? എന്താടേ മോളെ എന്നിങ്ങനെ വിളിക്കുമ്പോഴേക്കും ശ്യാമ എഴുന്നേറ്റ് വേഗം വെള്ളം എടുത്ത് കുടിക്കുക. ശേഷം വീണ്ടും പപ്പിയുടെ അടുത്തേക്ക് വന്ന് പപ്പിക്ക് ഒരുപാട് ഉമ്മ കൊടുക്കും. പൊന്നിക്കും ബാമയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അവര് പരസ്പരം നോക്കുക. എടി ശ്യാമേ എന്തു പറ്റിയെന്ന്? സത്യമേ അത് ഞാനൊരു സ്വപ്നം കണ്ടതാ. ബാമയ്ക്കും രോഹിത് എവിടെ? രോഹിത് അത് പിന്നെ ബാമ വീണ്ടും ചോദിക്കും, എടി രോഹിത് എവിടെന്ന്? എനിക്കറിയില്ല സത്യമേ, ഞാൻ എഴുന്നേറ്റപ്പോ ഇവിടെ ഇല്ല. ബാമറും പിന്നെ അവനെ ഈ സമയത്ത് എവിടെ പോയി? എടി രാത്രി കിടക്കുമ്പോ കുറച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കണം, അതിന് ഈശ്വര വിശ്വാസം വേണം. ശ്യാമ ഇങ്ങനെ പൊട്ടിക്കറിയുമ്പോ ബാമറിയും പോട്ടെ സാരമില്ല, ഇനി പ്രാർത്ഥിച്ചിട്ട് കിടക്ക്, ദുസ്വപ്നം ഒന്നും കാണില്ല. അപ്പോഴേക്ക് ശ്യാമ സത്യമേന്ന് വിളിച്ച് ബാമയെ അങ്ങ് കെട്ടിപ്പിടിക്കും. ബാമയും ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുക. ശ്യാമേ സാരില്ലടി, സ്വപ്നമല്ലേ, പോട്ടെ. മോളെ ശ്യാമേ പറയുന്ന കേൾക്ക് എന്ന് പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കാനേ. ഇതേ സമയം രോഹിത് ആണെങ്കിൽ കുടിച്ച ലെക്കൊക്കെ വിട്ടിട്ടുണ്ട്. അവിടെ സ്മോക്ക് ചെയ്ത് മുകളിലെ വരാന്തയിലൂടെ നടക്കുക. പപ്പിയെ പ്രസവിച്ചത് ശാലിനിയാണ്, നിന്റെ ഭാര്യ ശ്യാമയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് സുസ്മിത പറഞ്ഞത് ആലോചിച്ച് രോഹിത് ഇങ്ങനെ നടക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ബാമ വരുന്നത്. ബാമയെ കാണുമ്പോ രോഹിത് വേഗം സിഗരറ്റ് വലിച്ചെറിയും. അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ ബാമ അറിയും, ഡാ നിനക്ക് ഈ ശീലങ്ങളൊന്നും പതിവില്ലല്ലോ, പിന്നെ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, ഉറങ്ങുന്നില്ലേ? രോഹിത് അറിയും, ഒന്നുമില്ല വെറുതെ എന്ന് പറഞ്ഞ് വീണ്ടും പോകാൻ തുടങ്ങുമ്പോ ബാമാറി നിൽക്ക്, നിന്റെ കള്ളൊക്കെ ഇറങ്ങിയോ? രോഹിത് പറയും, സത്യമേ ഞാനൊന്ന് സമാധാനമായിട്ട് ഇരുന്നോട്ടെ. ബാടാ നിനക്ക് എന്നു മുതലാ ഞങ്ങളൊക്കെ മനസമാധാനക്കേടായി മാറിയത്? കള്ളു കുടിച്ച് ബോധമില്ലാതെ വന്നിട്ട് എന്തൊക്കെ അനാവശ്യങ്ങളാ നീ വിളിച്ചു പറഞ്ഞെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? സ്നേഹിക്കുന്നവരെയൊക്കെ വെറുപ്പിക്കാൻ നീ എന്നു മുതലാടാ പഠിച്ചത്? അപ്പോഴും രോഹിത് ദേഷ്യത്തിൽ പോകാൻ തുടങ്ങുമ്പോ ബാമാറി നിക്ക്, ഡാ നിന്റെ ഇപ്പത്തെ ഈ പോക്ക് മോശമായതുകൊണ്ട് പറയാ, ഒരാളെയും വകവെക്കാതെയുള്ള നിന്റെ ഈ പോക്കുണ്ടല്ലോ, ഇത് എങ്ങോട്ടാടാ? ഡാ മനസ്സിലാക്ക, അവനവൻ എന്താണെന്നും ആരാണെന്നും മനസ്സിലാക്കി മുന്നോട്ട് പോവാ, ഇല്ലെങ്കിൽ പിന്നെ നിനക്കൊരിക്കലും ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയില്ല. രോഹിത് പറയും, അങ്ങനെയാണല്ലോ, അത് തന്നെയാണല്ലോ എല്ലാവരുടെയും ഉദ്ദേശം. എടാ അപ്പോഴേക്ക് രോഹിത് പറയും, എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഞാൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ തോറ്റു തരാൻ എനിക്ക് മനസ്സില്ല. എന്നെ തോൽപ്പിക്കാൻ 4 വശത്തുനിന്നും ശ്രമിക്കുന്നുണ്ടെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അനാഥനാണല്ലോ, ഒരാളും ചോദിക്കാനൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇപ്പോ 2 തരത്തിൽ എന്നോട് പെരുമാറുന്നത്. ഭാമ അങ്ങ് ഞെട്ടിപ്പോവും. എടാ അപ്പോഴേക്ക് രോഹിത് പറയും, അത് പിന്നെ അങ്ങനെയാണല്ലോ, സ്വന്തം ചോരയുടെ ആയിരിക്കല്ലോ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവുന്നേ. എന്നെ സംരക്ഷിക്കാൻ ഏറ്റെടുത്തപ്പോ തന്നെ സത്യമയ്ക്ക് എന്നെ അങ്ങ് കൊന്നു കളയാൻ പാടില്ലായിരുന്നോ? ഭാമയ്ക്കും രോഹിതേ എന്തുവാടാ നീ പറയുന്നത്? നിന്റെ സംസാരം അതിരി കിടക്കുന്നുണ്ട്. മോനെ എന്താടാ നിനക്ക് പറ്റിയത്? എടാ നീ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇന്ന് വരെ ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യാ നീ ഇപ്പൊ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നത്. രോഹിത് പറയും, എനിക്കറിയാം ഇതെല്ലാം നാടകമാ, ഈ കാണിക്കുന്ന സ്നേഹവും സംസാരവും പ്രവൃത്തിയൊക്കെ എല്ലാം ഏതോ കടപ്പാടിന്റെ പേരിലെ സത്യമ്മ ചെയ്തൊപ്പിക്കുന്നതാ. എങ്ങോ കൊടുത്ത വാക്കിന്റെ പേരിലെ നിങ്ങൾ ചെയ്തൊപ്പിച്ചു വെക്കുന്ന ഒരു നാടകം. വിലയില്ലാത്തവനെ പോലെ എനിക്ക് ജീവിക്കേണ്ടി വന്നത് നിങ്ങളൊക്കെ കാരണമാ. ഇന്ന് ഞാൻ ഏതവസ്ഥയിലെത്തിയോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ വീട്ടിലുള്ളവർക്ക് തന്നെയാ. എടാ മോനെ അപ്പോഴും രോഹിത് പറയും, അല്ലെങ്കിൽ എനിക്കറിയാം ജീവിതത്തിൽ ആരെങ്കിലും സ്വന്തം ആയിട്ട് കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം. പുണ്യം എനിക്ക് ആ പുണ്യമില്ല, ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് തന്നെയാ ഈശ്വരൻ എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത് ജീവിതകാലം മുഴുവനും അനാഥനായി ജീവിക്കണമെന്ന്. എടാ മോനെ എന്തൊക്കെയത്? രോഹിത് പറയും, ജീവിച്ചോളാം, അനാഥനായിട്ട് തന്നെ ഞാൻ ജീവിച്ചോളാം, പക്ഷെ സ്വന്തമാണെന്ന് കരുതുന്നവരൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് അന്യരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അതൊരിക്കലും ആർക്കും സംഭവിക്കരുത് എന്നും പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴും ഭാമ പിടിച്ചു വെക്കും. എടാ മോനെ നീ എന്തൊക്കെയാ പറയുന്നത്? നിന്റെ മനസ്സിലെ ഞാൻ അറിയാത്ത എന്തൊക്കെയുണ്ടല്ലോ, എന്താ നിന്റെ പ്രശ്നം? എടാ മോനെ മക്കളെ തെറ്റ് കാണിക്കുമ്പോ ഏതൊരു അമ്മയുടെ വഴക്ക് പറയാതിരിക്കുക, ശിക്ഷിക്കാതിരിക്കുന്നത് അത് അവരോടുള്ള വെറുപ്പോണ്ടല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടാ. രോഹിതരും വേണ്ട, ഒരാളുടെയും സ്നേഹം എനിക്ക് വേണ്ട, എല്ലാം കാപട്യ അഭിനയ. മുന്നിൽ നിന്ന് ചിരിച്ചു കാണിക്കുന്നവരുടെ ഉള്ളിൽ പോലും ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മളെ കൊല്ലാക്കൊല്ല ചെയ്യിപ്പിക്കാൻ പോകുന്ന ചതി വേണ്ട, ഒരാളെ എനിക്ക് കാണണ്ട, വെറുപ്പാ. ഉള്ളില് സൂചി കുത്തി ഇറക്കുന്ന വേദനയോട് കൂടിയാ ഞാനീ പറയുന്നത്. എനിക്കിനി ആരെയും വേണ്ട, സ്വന്തവും ബന്ധവും ഒന്നും ഇനി എനിക്കില്ല. എനിക്കിനി ഞാനായിട്ട് ജീവിക്കണം, അതിന് ഒരാളും എന്റെ മുന്നിൽ വിലങ്ങത്തെട്ടിയായിട്ട് വരരുത്. ഞാൻ ചതി പറ്റിയവനാ, ഇനിയൊരു ചതി പറ്റാതിരിക്കാൻ ഞാൻ ഏത് വിധേനയും കൊല്ലും. ഒരുപക്ഷെ ഞാനായിട്ട് ആവില്ലെന്ന് മാത്രം. ഇതൊക്കെ കേട്ട് ഭാമ ഞെട്ടുന്നുണ്ട്. അത്രയും പറഞ്ഞ് രോഹിത് അവിടുന്ന് പോവും. രോഹിത് പറഞ്ഞൊന്നും മനസ്സിലാവാതെ എന്നാൽ നല്ല ടെൻഷനോട് കൂടി ഭാമ ഇങ്ങനെ നിൽക്കണേ. അതിനുശേഷം മറ്റൊരു ദിവസമാണ് കളക്ടറേറ്റിലെ ശാലിനിയാണ് കാണിക്കുന്നത്. ശാലിനി ഫോൺ എടുത്ത് വിഷ്ണുവിനെ വിളിക്കുക. വിഷ്ണു ഫോൺ എടുക്കും. ശാലിനിയുടെ നമ്പറാണെന്ന് കാണുമ്പോ കുറച്ചു സമയം നോക്കി നിന്നിട്ട് അതങ്ങ് കട്ട് ചെയ്യാ. ശാലിനി വീണ്ടും വിളിക്കും. എന്നാൽ വിഷ്ണു ആ റിങ് ഫുൾ ആവുന്നവരെ അത് തൊട്ട് നോക്കൂല. ശാലിനി വിചാരിക്കും മനഃപൂർവ്വമാണോ അതോ എന്തെങ്കിലും തിരക്കായിട്ട് എടുക്കാത്തതാണോ എന്നിങ്ങനെ വിചാരിക്കുമ്പോഴേക്കും അങ്ങോട്ട് പല്ലവി വരികയാണ്. ഒരു ഫയലും കൊടുക്കും. എന്നിട്ട് ശാലിനി പറയും, അനു ഞാൻ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിട്ട് എന്താ പറയേണ്ടത് മാഡം? അപ്പൊ ശാലിനി വിചാരിക്കും
അനുവിന്റെ നമ്പർ വിഷ്ണുവേട്ടന്റെ കയ്യിലില്ലെങ്കിൽ വിഷ്ണുവേട്ടൻ ഫോൺ എടുക്കും. ശാലിനി പറയും വിളിക്ക്, ആദ്യം എടുക്കുമെന്ന് നോക്കട്ടെ. അങ്ങനെ വിഷ്ണുവിന്റെ കോള് വീണ്ടും റിങ് ചെയ്യണേ. നോക്കുമ്പോ അറിയാത്തൊരു നമ്പർ. വിഷ്ണു ഫോൺ എടുത്തിട്ട് ഹലോ ആരാ? അനുപല്ലവി പറയും ആ എടുത്തു. ശാലിനി പറയും സംസാരിക്കേ. അനു പറയും ഞാൻ സ്പീക്കറിലിടാം. അങ്ങനെ സ്പീക്കറിലിട്ടിട്ട് ഹലോ ഞാൻ അനുപല്ലവിയാ, കളക്ടർ മാഡത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാ. വിഷ്ണുവിന് ദേഷ്യം വരും. എന്താ കാര്യം? മാഡം കുറെ നേരമായിട്ട് ട്രൈ ചെയ്യുന്നു. വിഷ്ണു പറയാ ഞാൻ കുറച്ച് തിരക്കായിരുന്നു, പക്ഷെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. വിഷ്ണു ഇതേ ഫോൺ റിങ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ തിരക്കിലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തിരക്കിലാവാൻ പറ്റില്ലേ? എന്താ വിളിച്ച കാര്യം പറ. സാർ മാഡത്തെ ഒന്ന് വിളിക്കണം, മാഡത്തിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ട്. വിഷ്ണു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത്. ഇങ്ങനെ വെട്ടിത്തെറിഞ്ഞു പറയുമ്പോ ശാലിനി തല താഴ്ത്തി പോവാണേ. അങ്ങനെ ശാലിനി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന പ്രൊമോയിലെ ശ്യാമ ബെഡ്ഷീറ്റ് ശരിയാക്കുന്ന സമയത്ത് തലനയുടെ അടിയുന്ന ഒരു ലെറ്റർ കാണാണ്. അത് കാണുമ്പോഴും ശ്യാമ അങ്ങ് പേടിക്കും. ഇതാ കത്തല്ലേ, ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടാവോ എന്ന് പറഞ്ഞ് അതെടുക്കുക. ഇനി ഇതാരെങ്കിലും വായിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ പറഞ്ഞ് ആകെ പേടിച്ചുകൊണ്ട് അതിങ്ങനെ എടുത്തു നോക്കുന്നതൊക്കെ രോഹിത് ഇങ്ങനെ കാണുന്നുണ്ട്. രോഹിത് അടുത്ത് വരുമ്പോ ശ്യാമ അതെല്ലാം ചുരുട്ടിക്കൂട്ടി ബാക്കോട്ട് പിടിക്കും. അതിൽ രോഹിത് ആ ചുരുട്ടിക്കൂട്ടിയ ലെറ്റർ ശ്യാമയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വലിക്കുക. രോഹിത് എല്ലാം ഓരോന്നോരോന്നായിട്ട് ചോദിക്കണേ. ശ്യാമ കരഞ്ഞ് കൈ കൂപ്പി ഇങ്ങനെ മാപ്പ് അപേക്ഷിച്ച് നിൽക്കണേ. ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിലുള്ളവരെ മുഴുവൻ പറ്റിക്കുക എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് കേട്ടായിരിക്കും അനുപല്ലവിയുടെ കോള് കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്ന വിഷ്ണു ഇത് കേൾക്കുന്നത്. വിഷ്ണു ഇങ്ങനെ ഇതെല്ലാം കേട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ രോഹിത് പറയണേ ചേച്ചി പ്രസവിച്ച കൊച്ചിനെ രഹസ്യമായി എടുത്ത് ഭർത്താവിനെ പോലും അറിയിക്കാതെ താൻ പ്രസവിച്ച കൊച്ചാണെന്ന് പറഞ്ഞ് വളർത്തുക. ഇതൂടെ കേൾക്കുമ്പോ വിഷ്ണു ഒന്നുകൂടി അങ്ങ് ഞെട്ടി ഷോക്കായി പോവാണ്. ചോദിക്കും പപ്പിയുടെ അച്ഛൻ യഥാർത്ഥത്തിൽ ആരാടി? വിഷ്ണു അല്ലേ? ഈ ചോദ്യം വിഷ്ണു കേൾക്കുന്നുണ്ട്. വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോകും. അതെ എന്നിങ്ങനെ പറയുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ഞെട്ടിലോട് കൂടി അങ്ങനെ നിൽക്കണേ. പപ്പിയും സത്യയും വിഷ്ണുവിന്റെ മകളാണെന്ന് വിഷ്ണു അവിടെ വെച്ച് തിരിച്ചറിയണേ. ശേഷം ആ കത്തിങ്ങനെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു പപ്പിയുടെ അടുത്തേക്ക് ചെല്ലുക. പപ്പി ഇങ്ങനെ സ്കൂള് വിട്ട് വരികയാണ്. പിള്ളച്ചേട്ടനും കൊണ്ട് കൂടെ. വിഷ്ണു അടുത്ത് ചെന്ന് സ്വന്തം മകളാണെന്ന തിരിച്ചറിവില് മുട്ടുകുത്തിയിരിക്കുക. സ്വന്തം മകളെ തിരിച്ചറിയാൻ ഇത്രയും വർഷമായതിന്റെ ആ ഒരു സങ്കടവും വിഷമൊക്കെ വിഷ്ണുവിന്റെ മുന്നിലുണ്ട്. പപ്പിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. വിഷ്ണു ഇങ്ങനെ അടുത്ത് വന്ന് മോളെ ഇങ്ങനെ നോക്കി മോളുടെ കയ്യിൽ പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനി ഇങ്ങനെ മരവിച്ച അവസ്ഥയില് കളക്ടറേറ്റിൽ നിന്ന് വരുന്നതാ. വിഷ്ണു എല്ലാം അറിഞ്ഞെന്ന് ശാലിനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലെത്തുന്ന വിഷ്ണുവിനെ ശാലിനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. വിഷ്ണു എല്ലാം പറഞ്ഞ് അവൻ ചതിയനായിരിക്കാം, അത് സമ്മതിച്ചു, പക്ഷെ അതിനേക്കാളും എന്നെ കൂടുതൽ വേദനിപ്പിച്ചത് നീ ആടിയ നാടകങ്ങളാ എന്ന് കേൾക്കുമ്പോ തന്നെ ശാലിനി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. വിരൽ ചൂണ്ടിയാണ് സംസാരിക്കുന്നത്. അവിടെയും ശാലിനി തല താഴ്ത്തിയും മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരയുന്നതൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെ എന്നാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്